ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടെയിൽസ്. അപ്പോൾ നമ്മളെ പയ്യാക്കോട് ഭാഗത്തുള്ള ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരിടത്തേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ കണ്ടിട്ട് ഈ സ്ഥലം മനസ്സിലായവർ ഉടനെ കമൻറ്റ് ചെയ്യണേ. ഞാനും നിങ്ങളും ഒരുപാട് പേര് പഠിച്ച നമ്മുടെ പഴയ GLP സ്കൂൾ പയ്യാക്കോട് ഓർമ്മയുണ്ടോ? ഈ സ്കൂളും ക്ലാസ് മുറികളുമൊക്കെ നമ്മളെത്ര ഓടി നടന്ന് കളിച്ചിട്ടും വീണിട്ടും മുറിവ് പറ്റിയിട്ടുമൊക്കെയുള്ള മുറ്റമാണല്ലേ, അല്ലെങ്കിൽ കളിസ്ഥലമാണല്ലേ ഈ കാണുന്നത്. എത്ര മനോഹരമായിരുന്നു ഇവിടം. ഈ ക്ലാസ്സിൽ ഇതിലെ ഓരോ ക്ലാസ്സിലും പഠിക്കാത്തവരും ഈ ജനാലയിലൂടെ എടുത്ത് പുറത്തേക്കും അകത്തേക്കും ചാടാത്തവരും ആയിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അത്രത്തോളം നമ്മുടെ ഓർമ്മകളും നമ്മുടെ ജീവിതവും കെട്ടുപിണഞ്ഞു കിടന്നിരുന്ന ഒരിടമായിരുന്നു ഇത്. ഇന്ന് ഈ സ്കൂൾ മറ്റൊരു സ്ഥലത്ത്, സ്വന്തമായ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഒരു സമയത്ത് സ്കൂൾ ഇവിടെ നിന്നും മാറ്റേണ്ടതായി വന്നതുകൊണ്ടാണ് നമ്മുടെ ഓർമ്മകളിൽ പോലും നമ്മുടെ സ്കൂൾ കാണാനോ സ്കൂൾ മുറ്റം കളിച്ച് നടന്നിരുന്ന ആ ഒരു പ്രായത്തിലെ ഓർമ്മകൾ അയവിറക്കാൻ പോലും ഇന്ന് അതവിടെ ശേഷിക്കാത്തത്. ഇവിടെ ഒരുപാട് ഓർമ്മകൾ നമുക്കുണ്ടായിരുന്നു. നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ഓർമ്മകളായാലും നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ചുള്ള ഓർമ്മകളായാലും നമ്മുടെ കളികളും ചിരികളും ഒരുപാട് അല്ലേ. അതേപോലെ ഉച്ചഭക്ഷണം ഉണ്ടാക്കിയിരുന്ന സ്ഥലമാണ് ഇന്നിപ്പോൾ ആ ഒരു കോൺക്രീറ്റ് കെട്ടിടം നിൽക്കുന്ന അതിൻ്റെ ആ ഒരു ചാരത്തായിരുന്നു അതുണ്ടായിരുന്നത്. ഒരുപാട് ഓർമ്മകൾ. ഇവിടെ ഒരു പറങ്കിമാവ്, അതേപോലുള്ള ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം, സ്കൂളിൻ്റെ പുറകുവശത്ത് ഇതേപോലെ ഒരുപാട് വലിയൊരു കളിസ്ഥലം ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ ഓടിക്കളിച്ചിട്ടും ചാടിക്കളിച്ചിട്ടും ഒരുപാട് എൻജോയ് ചെയ്ത ഒരു സ്ഥലം തന്നെ ആയിരുന്നു ഇതല്ലേ. നിങ്ങൾക്കൊക്കെ ഇത് കാണുമ്പോൾ എന്താണ് നിങ്ങൾ ഓർമ്മയിൽ വരുന്നത് എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് നമ്മളിതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. ഇപ്പോൾ അവരുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവരതിൽ ബാക്കിലേക്കൊക്കെ ഒരുപാട് നിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ പള്ളി ഇതുപോലെ ആയിരുന്നില്ല. പള്ളിയും പുതുക്കി പണിതു. അന്ന് മറ്റൊരു രൂപത്തിലായിരുന്നു പള്ളി. ഈ പള്ളിയുടെ മുൻവശം, സ്കൂളിൻ്റെ മുൻവശത്തായിട്ടുള്ള ഈ ഒരു റോഡ് ഒരുപാട് വീതിയുള്ള ഒരു റോഡായതുകൊണ്ട് തന്നെ നമ്മളും ഒരുപാട് കാലം സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടും നമ്മുടെ പല രീതിയിലുള്ള ക്രിക്കറ്റ്, ഫുട്ബോള്, ഷട്ടിൽ ബാറ്റ്, അങ്ങനെ ഒരുപാട് കളികൾ നമ്മളിവിടെ കളിച്ചിട്ടുണ്ടല്ലേ. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ നമുക്ക് സ്കൂളിൻ്റെ പുറത്ത് നിന്നുള്ള ഈ ഒരു ഭാഗത്തെക്കുറിച്ചും നമ്മുടെ മനസ്സിലുണ്ട്. ഒരുപാട് നല്ല നല്ല ഓർമ്മകളിലേക്ക് ഞാനിവിടെ നിന്നപ്പോൾ അങ്ങനെ പോയി. സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകൾ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വരെ ഞാൻ എത്തി. കാരണം അത്രത്തോളം 4 വർഷം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ നമ്മുടെ അച്ചാമ്മ ടീച്ചറും തോമസ് മാഷും ഒക്കെ ഒരുപാട് ടീച്ചേഴ്സ്, എനിക്കിപ്പോൾ പെട്ടെന്ന് പേര് കിട്ടിയത് അവരുടേതായതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സും മാഷന്മാരും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. വളരെ അടുത്ത ആത്മബന്ധമുള്ള ഒരുപാട് പേര് നമുക്ക് ഇന്നും അവരുടെ ഓർമ്മകളിൽ, നമ്മുടെ ഓർമ്മകളിൽ ഒക്കെ ആയിട്ട് ആ ഒരു ഭാഗത്ത് ഇന്നും അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഈ സ്കൂൾ ഇതുപോലെ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇന്നിത് പൂട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ നടക്കാത്തൊരു സാഹചര്യമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആക്കിയത്.